ഞാനിന്നിവിടെ ഒരു ഉപ്പുമാവിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നത്. ഇപ്പം ഈ ഗ്ലാസ്സിൽ ഞാൻ റവ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്ക് വറുത്തെടുക്കാം. അതിന് ഞാനിതാ ഗ്യാസ് കത്തിച്ചതിൻ്റെ മുകളിൽ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഈ റവ ഇട്ട് കൊടുത്ത് ഒന്ന് നല്ലോണം വറുത്തെടുക്കാം. നമ്മളിതാ റവ നല്ലോണം വറുത്ത് വന്നിട്ടുണ്ട്. അപ്പം ഇത് നല്ലോണം ചുവന്ന് പോകാനോ കരിഞ്ഞു വരണോ ഇല്ലാണ്ട് നല്ല ഈ വെള്ള കളർ തന്നെ നമ്മൾ നല്ലോണം വറുത്തെടുക്കണം. ഈ വറുത്തെടുത്തത് കൊണ്ടിട്ട് നല്ല ഉപ്പുമാവ് നല്ല സോഫ്റ്റായിരിക്കും ഉപ്പുമാവ്. അപ്പം ഇതിപ്പോൾ നമ്മൾ റവ ഇപ്പം നല്ലോണം വറുത്ത് നല്ല ഒരു ഇതായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇറക്കി വെക്കാം. ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് ഞാൻ അതേ പാത്രം തന്നെ നോൺ സ്റ്റിക്കിലൊരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒന്ന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഓയിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി കഴിഞ്ഞാൽ കടുക് ഇട്ട് കൊടുക്കാം. ചൂടാകട്ടെ. അപ്പം നമ്മുടെ ഓയിൽ ഇവിടെ നല്ല ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു സ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വന്നാൽ ചെറിയ ഉള്ളി ഇഞ്ചി ചെറുതായിട്ട് ഞാൻ അരിഞ്ഞു വെച്ച് കൊടുക്കാം. അതിലേക്ക് തന്നെ ഒരു ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഒരു 3 പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഒന്ന് വാടി കഴിഞ്ഞാൽ ഇതിലേക്ക് ഈ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഒരു വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം. കരിവേപ്പില ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കാം. ഞാൻ ഉഴുന്ന് പരിപ്പുണ്ടെങ്കിൽ ഉഴുന്ന് പരിപ്പ് ഒരു സ്പൂൺ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും. ഇപ്പം എൻ്റെ കയ്യിലില്ല, അതുകൊണ്ട് ഇട്ട് കൊടുത്തിട്ടില്ല. കടുകിട്ടാ പാടുന്ന ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഉള്ളിയെല്ലാം ഒന്ന് നല്ലോണം വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ റവ എടുത്ത അതേ ഗ്ലാസ് തന്നെ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് തന്നെ ഉപ്പ് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇട്ടൊന്ന് ഈ ഉള്ളി ഇതെല്ലാം ഒന്ന് ഈ വെള്ളത്തിൽ നിന്ന് നല്ലോണം ഒന്ന് വെന്ത് വരട്ടെ, പതിച്ച് വരണം. അപ്പോൾ ഒന്ന് മൂടിക്കൊടുക്കാം. നമ്മുടെ വെള്ളം നല്ലോണം ഉപ്പുമാവ് ഉണ്ടാക്കേണ്ട ഈ ഇത് നല്ലോണം പതിച്ച് വരുന്നുണ്ട്. ഉള്ളി ഇതെല്ലാം ഇട്ട വെള്ളം നല്ലോണം പതിച്ച് വരുന്നതിലേക്ക് ഈ റവ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് ഇളക്കിയെടുക്കാം. കട്ട പിടിക്കാണ്ട് എടുക്കാം. കൊടുക്കാം. ഇപ്പോൾ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ഇളക്കിയാൽ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ അതേപോലെ തന്നെ നമ്മൾ ഇളക്കിയോണ്ട് നിൽക്കുക. അങ്ങനെ കട്ട പിടിച്ച് വരില്ല. നല്ലോണം ഉപ്പുമാവ് വെന്ത് വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇപ്പോൾ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതൊന്ന് 1 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പം നമ്മളിതാ ഒന്ന് തുറന്ന് നോക്കാം. നമ്മളെ ഉപ്പുമാവ് നല്ല വെന്തിട്ട് വന്നിട്ട് നമുക്ക് ഇനി തീയൊന്ന് ഓഫാക്കി കൊടുക്കാം. അപ്പം നമ്മളെ ഉപ്പുമാവ് ഇവിടെ റെഡിയായി.
ഏതാ പ്ലേറ്റിൽ ഇട്ട് വെച്ചിട്ട് ഇതേപോലെ നിങ്ങളും ട്രൈ ചെയ്യാം. ഉണ്ടാക്കാം, പെട്ടെന്ന് ഉണ്ടാക്കുന്നൊരു റെസിപ്പി ആട്ടത്. നമ്മുടെ ഉപ്മാവ് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിനും വൈകുന്നേരം ചായക്കും എല്ലാം പറ്റിയൊരു നല്ലൊരു റെസിപ്പി ആയിരുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മുഴുവനായിട്ട് കാണാം. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും.